അല്ലെങ്കിൽ ഓമയ്ക്ക പറിക്കാൻ പോവുക. ഓമനയാ ലീഡർ. പറയാ ഞാനും നീമോളും. ഓമയ്ക്ക പിന്നെ വേറെ ഉണ്ടോ? പപ്പിരിക്ക. ഇതിലൊരു പഴമുണ്ട് കേട്ടോ. പഴം വെള്ളത്തിൽ പോകുന്ന പേടില്ലെന്ന്. കുത്തും. പഴവും അതല്ലേ ഇങ്ങോട്ട് കുഴപ്പമില്ല. അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഏറ്റവും കൂടെ കുത്തിക്കുന്നു. പഴം കുത്തിയിരിക്കുവോ? തിന്നു വെച്ചേക്കോ? ആണോ? എന്നാ വേണ്ട. തിന്നു വെച്ചേക്കോ? എന്നാ വേണ്ട. കുത്തി വെച്ചുമ്പോ ഇടാം. ഇനി മറ്റേ കൊണ്ടുപോണ്ടേ? പോകുന്ന പേടിയുണ്ടോ? നോക്കട്ടെ. അപ്പൊ എത്ര മൂന്നെണ്ണം മതിയോ? ഒരെണ്ണം കാര്യം ഒരു ചെറുത് കിട്ടുക കറി വെക്കാം. മറ്റേ പഴുപ്പ് അത് ചമിച്ച മറ്റേത് അതാ ഇനി പറിക്കണ്ട. ഇപ്പുറത്ത് ഇതോ ഇതല്ല ഇത് കിട്ടാൻ പാടാണ്. ചോദിച്ചു രണ്ട് കപ്പളങ്ങായിട്ട് അതിൻ്റെ ഒരു കൊമ്പ് കിട്ടിയാൽ നല്ലതാണ്. ഓമനച്ചിയുടെ വീട് ഇതാണോ? അല്ല, ആ ചെത്തിയുടെ രണ്ടുമൂന്ന് കൊമ്പ് പിടിപ്പിക്കണം. അവനെ നമുക്ക് അല്ല ഇപ്പം പറ്റില്ല. എന്തായാലും അത് വേണം. എന്താണ് ഞാൻ പറഞ്ഞത്? ബട്ടർഫ്ലൈ തേൻ കുടിക്കുന്ന എടുത്തോണ്ടിരിക്കും. സ്വിമ്മിങ് ചെയ്യും. മാവ് പൂത്ത് കഴിക്കുന്ന കേട്ടോ. മാവ് ഈ മാവ് പൂത്ത് കഴിക്കുന്ന മാങ്ങ ചെറിയ മാങ്ങ എടുക്കണം. അത് മാങ്ങ മാവ് പൂത്ത് മാങ്ങ ഉണ്ടായി തുടങ്ങി. ചെറിയ കണ്ണിമാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക്. കാന്താരിയുടെ ഗുണങ്ങൾ പറഞ്ഞു. കാന്താരി എരിവുണ്ട്, നല്ല എരിവാണ്. കൊളസ്ട്രോൾ കുറയ്ക്കും. കൊളസ്ട്രോൾ കുറയ്ക്കും കേട്ടോ. കൊളസ്ട്രോൾ അതുപോലെ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുമാണ്. ഇതിന് വില കൂടുതലുമാണ്. പുറത്ത് ഇതൊക്കെ മേടിക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ്. നല്ല റേറ്റ് ഉണ്ട്. ഇവിടെ കൃഷി അല്ലേ? മുളക് കൃഷി.
മുളക് ഒക്കെ കൃഷി ചെയ്യുന്നതാണ്. അതാണ് വലിയ കുറച്ച് കാന്താരി കുറച്ച് കൊണ്ടുപോകാം. അതെ അതെ അതാ ഞാനിപ്പോൾ കുറച്ച് കൊണ്ടുപോകാം. നല്ലതാ കറിയൊക്കെ കറി. ഇതേ ഞങ്ങൾ കാന്താരി ഇത് കണ്ടോ, കാന്താരി മരം കാണിക്കും. ഇത് കണ്ടോ, കാന്താരി മുളകിൻ്റെ ചെടിയാണ്, കാന്താരി മുളക്. അപ്പം ഞങ്ങൾ പറിച്ചു. ഇപ്പം ഇത്രയും കിട്ടി, ഇത്രയും മുളക് കിട്ടി.